ഇറ്റ്സോമിക്ക് സൈൻ ലാംഗ്വേജൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കി കൊടുത്താലോ? പിന്നെ അത് കിട്ടുമ്പോൾ എന്തായിരിക്കും ഇറ്റ്സോമി എന്നോട് പറയുക? താങ്ക് യു പറയായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണ യൂക്കിനെ കാണിച്ചുകൊണ്ടാണ് എ സൈൻ ഓഫ് അഫെക്ഷൻ്റെ എപ്പിസോഡ് 3 സ്റ്റാർട്ട് ചെയ്യണത്. കഥയിലോട്ട് പോവാം. യൂക്കി ഒരു ബുക്കൊക്കെ എടുത്ത് സൈൻ ലാംഗ്വേജ് ഓരോന്നായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ താങ്ക് യു എന്നുള്ള സൈനാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അവൾ തന്നെ പറയുന്നുണ്ട് ആക്ഷനൊക്കെ കാണിച്ച്, ഇത് വരയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന്. അപ്പോഴാണ് യൂക്കിയുടെ അമ്മ വന്ന് അവളെ കളിയാക്കുക, ഇത് ഏത് തരം ഡാൻസ് വിളി കളിക്കണേ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് യൂക്കി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നാളെ റിൻചൻ്റെ ഒപ്പം യൂക്കി ആദ്യം ഇറ്റ്സോമിനെ കണ്ട ബാറില്ലേ, ആ ബാറിൽ പോകുമ്പോൾ കൊടുക്കണം അവന് ഈ സൈൻ ലാംഗ്വേജിൻ്റെ ബുക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബുക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത് പിന്നെ സീൻ കാണിക്കുന്നത് യൂക്കിയും റിൻചനും കൂടി ബാറിലോട്ട് പോകുന്നതാണ്. അവിടെ വെച്ചിട്ട് യൂക്കിയുടെ ഫ്രണ്ടായിട്ടുള്ള റിൻചനില്ലേ, റിൻചന് അവിടുത്തെ ബോസിൻ്റെ അടുത്ത് ചെറുതായിട്ട് എന്തോ ക്രഷൊക്കെ ഉണ്ട്, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ റിൻചനെ നോക്കിയിട്ട് യൂക്കി പറയാ, ഇപ്പോൾ അത്ര ടെൻഷനൊന്നും ഇല്ലല്ലോ റിൻചന്, പക്ഷേ എൻ്റെ കാര്യത്തിലാണെങ്കിലോ ടെൻഷൻ കൂടി വരുന്നേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അവിടെ ഇറ്റ്സോമിയും ബോസും എല്ലാവരും ഉണ്ട്. ആ സമയത്താണ് യൂക്കിയുടെ ഇയറിങ് എഴുതുന്ന ഒരു സൗണ്ട് വരുന്നത്. അപ്പോൾ ഇറ്റ്സോമി ചോദിക്കുന്നുണ്ട്, എന്താ ഒരു സൗണ്ട്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ഇയറിങ് എഴുതുന്നതാണ്, ശരിക്ക് ചെവിയിൽ പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സൗണ്ട്, ഇങ്ങനെ ഒരു സൗണ്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സോമി യൂക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കിത് വെച്ചില്ലെങ്കിൽ കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല എനിക്കിത് വെച്ചില്ലെങ്കിൽ ഒട്ടും കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ. അത് കേട്ടിട്ട് ബോസ് യൂക്കിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ വിഷമിക്കല്ല കേട്ടോ ഈ ഇറ്റ്സോമിയുടെ ഓരോ ചോദ്യങ്ങൾ കേട്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ യൂക്കി ഓരോന്ന് ചിന്തിക്കണം, യൂക്കിക്ക് വിഷമോ, യൂക്കിക്കൊക്കെ സന്തോഷമാവാണ് ചെയ്യുന്നത്, കാരണം അവൻ എൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണല്ലോ, ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂക്കി. എന്നിട്ട് യൂക്കിയുടെ ബാഗിൽ നിന്ന് ഇന്നലെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബുക്കിലെ സൈൻ ലാംഗ്വേജിൻ്റെ ആ ബുക്ക് എടുത്തിട്ട് ഇറ്റ്സോമിക്ക് കൊടുക്കണേ. അപ്പോൾ ഇറ്റ്സോമിയെ തുറന്നു നോക്കിയിട്ട് എന്തായതെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവുക ചെയ്തത്, കാരണം ഇത്ര ഭംഗിയായിട്ടാണ് യൂക്കി ഉണ്ടാക്കിയിരിക്കണേ. റിൻചൻ ചോദിക്കുന്നുണ്ട്, നീയാണോ ഇത് ഉണ്ടാക്കിയത് എന്നൊക്കെ. എന്നിട്ട് ഇറ്റ്സോമി പറയുന്നുണ്ട് താങ്ക് യു എന്നൊക്കെ. എന്നിട്ട് അവളുടെ തന്നെ പറയുന്നുണ്ട്, എനിക്കിതൊന്നും പോരാ, എനിക്കിതൊന്നും വായിച്ചാൽ അത്ര മനസ്സിലാവില്ല, നീ എന്നെ പേഴ്സണലി ടീച്ച് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കാകെ സന്തോഷമായി. സന്തോഷം കൊണ്ട് മുഖമൊക്കെ ആകെ ബ്ലഷ് അടിച്ചു നമ്മുടെ യൂക്കിക്ക്. അപ്പോൾ ഇറ്റ്സോമി ചോദിക്കുന്നുണ്ട്, ഞാൻ അന്ന് നിനക്ക് കൊണ്ടുവന്ന ലാവോസിലെ സോനിയറിനെക്കാളും റെഡാണല്ലോ നിൻ്റെ ഫേസ് ഇപ്പോൾ കാണാൻ എന്ന് യൂക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. യൂക്കിക്ക് ആകെ എന്തോ പോലെയായി കേട്ടപ്പോൾ. പെട്ടെന്നാണ് രണ്ടുപേര് ആ ബാറിലോട്ട് വരുന്നത്. അവർ വന്നതും യൂക്കീനെ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, ഓ മിസ്, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ, ഞാനൊരു ഫേമസ് ഹെയർ സ്റ്റൈലിസ്റ്റാണ്, എന്നെ കോണ്ടാക്ട് ചെയ്യ്, ഈ ഷോർട്ട് ഹെയർ നല്ല ഭംഗിയുണ്ടെന്ന് കാണാമെന്നൊക്കെ ഒന്ന് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ യൂക്കിയുടെ അടുത്ത് സംസാരിച്ച്. ഇറ്റ്സോമിക്ക് ഇഷ്ടമായില്ല. ഇറ്റ്സോമി നമ്മുടെ ആ പയ്യൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, ഓ മതി നിർത്ത് നിൻ്റെ സംസാരം എന്നൊക്കെ. ആക്ച്വലി ഇവർ രണ്ടുപേരും നമ്മുടെ ഇറ്റ്സോമിയുടെ ഫ്രണ്ട്സാണ്. ഇറ്റ്സോമി എന്നിട്ട് ഇറ്റ്സോമിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് യൂക്കി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവൾ, ആ എമ്മ എന്നാണ് ആ പേര്, പെൺകുട്ടിയുടെ പേര് എമ്മ എന്നാണ്. അവൾ ഇറ്റ്സോമിയുടെ കൈയൊക്കെ പിടിച്ച്, നീ ഉണ്ടാവോ ഇനി നാട്ടിൽ, എത്ര കാലം ഉണ്ടാവും, എപ്പോഴാണ് പോകണേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഇതൊന്നും യൂക്കിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അവളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ഇവളിങ്ങനെ ഇറ്റ്സോമിയുടെ കൈയും പിടിച്ചിങ്ങനെ ഓരോന്ന് പറയണേ, ഇനി അവർ തമ്മിൽ വല്ലതും എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവർ പുറത്തിറങ്ങി നോക്കുമ്പോഴും റിൻചനും കാണുന്നത് ഇവളിങ്ങനെ കൈയും പിടിച്ച് നിൽക്കണതാ ഇറ്റ്സോമിയുടെ. അപ്പോൾ എന്താ ഇവള് എന്ന് അവൾക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ബോസ് പറയുന്നുണ്ട്, അവർ ജസ്റ്റ് ഫ്രണ്ട്സാണ്, എന്താണ് അവരൊരിക്കലും റിലേഷനിലൊന്നും ആവാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ ഇവരെടുത്ത് പറയുന്നുണ്ട് ആ ബോസ്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് യൂക്കി കോളേജിലോട്ട് പോകുന്നതും വരുന്നതാണ്. അവളുടെ വിഷമം കണ്ടാൽ മനസ്സിലാവും കുറച്ച് ദിവസമായിട്ട് യൂക്കി ഇറ്റ്സോമിനെ കണ്ടിട്ടില്ല എന്ന്. ഇത് നമ്മുടെ ഓഷിയിലെ യൂക്കിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾക്ക് ഒട്ടും വിഷമം സഹിക്കാണ്ടായപ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് ഇറ്റ്സോമിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നീ എവിടെയാണെന്ന് ചോദിച്ച്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ കോളേജിൻ്റെ സൈഡിൽ തന്നെയുണ്ട്, അടുത്ത് തന്നെയുണ്ട്, നീ വായോ നമുക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വൈകുന്നേരം യൂക്കി റെഡി ആയിട്ട് അമ്മോട് അമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട് പോവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, നേരത്തെ തന്നെ വരാം അമ്മ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇരുട്ടിന് മുന്നേ വേഗം വന്നോളോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ യൂക്കി റെഡി ആയിട്ട് ഓടുകയാണ് നമ്മുടെ സോമിനെ കാണാനായിട്ട്. ഭയങ്കര സന്തോഷത്തിലും ടെൻഷനിലും കൂടിയാണ് യൂക്കി പോണത്. ആ സമയത്താണ് പെട്ടെന്നുണ്ടടാ ആരോ വന്നിട്ട് ഒരു വലിയ ടിഷ്യൂ പേപ്പറിൻ്റെ പാക്കറ്റ് കൊടുത്ത് യൂക്കിയുടെ പുറത്ത് എറിയുന്നത്. ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അതായത് നിൽക്കണ യോഷി, നീ ഏതാണ് ഈ നേരത്തെ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ചീത്ത അവളെ. ഈ നേരത്തെ നീ എങ്ങോട്ടാണ് പോണത്, എന്നോട് പറയില്ല നീ ഒരു ആൺകുട്ടീനെ കാണാൻ പോണേന്നൊക്കെ. അപ്പോൾ അവളെ നോട്ടം കണ്ടപ്പോൾ അവന് മനസ്സിലായി, എന്ത്
എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ മറ്റേ സിൽവർ ഹെയറുള്ള അവനെയാണോ കാണാൻ പോണത്? അവൻ ഈ നേരത്ത് തന്നെ വിളിച്ചോ? എന്തോ പ്രശ്നമുണ്ട്, നീ കുറച്ച് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവളതൊന്നും കാര്യമാക്കണില്ല. എന്നിട്ട് ഇവളെ തിരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോഴുണ്ടടാ വീണ്ടും ടിഷ്യൂ പേപ്പർ ഇട്ട് എറിയണം. അപ്പോൾ ഇവള് ചിന്തിക്കണ്ടേ, ഇതിന് മാത്രം ടിഷ്യൂ പേപ്പർ എവിടെ അവൻ്റെ കയ്യിൽ എന്നൊക്കെ, ഇങ്ങനെ അവൻ്റെ കയ്യിൽ. അവൾ അവിടെ എത്തിയപ്പോൾ ഇറ്റ്സോമിനെ കണ്ടു. അവൻ അവിടെ ഒരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുക ഒരു ബെഞ്ചിൽ. അവൾ അവിടെ അടുത്ത് പോയിരുന്നു. യുകി ആകെ കിതച്ച് ഇരിക്കുകയാണ് ഓടിയതുകൊണ്ടേ. അപ്പോൾ തന്നെ അത് കണ്ടിട്ടെന്നോണം ഇറ്റ്സോമി പോയി ഒരു ഡ്രിങ്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യുകി ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ രാജ്യത്തിലോട്ട് പോണേന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് ക്ലോസ് ആവട്ടെ എന്നിട്ട് ഞാൻ പറയാം നിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അവൾക്ക് ആകെ വിഷമായി. എന്ത്, ഇപ്പം എൻ്റെ അടുത്ത് പറയാൻ താല്പര്യമില്ലെന്നോ, അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ കുറച്ച് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് അവന്, എനിക്ക് നിൻ്റെ അടുത്ത് ക്ലോസ് ആവണം. അപ്പോൾ എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ സൈൻ ലാംഗ്വേജിൽ മൂറ് എന്നുള്ളത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാണിച്ച് ലാസ്റ്റ് അവൾക്ക് എത്താൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഹൈയിൽ വരെ കാണിച്ചു. അത്രയ്ക്കും അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ഇറ്റ്സോമിക്ക് മനസ്സിലായി. ഇറ്റ്സോമി ചെന്ന് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ആകെ എന്തോ ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവർ കുറച്ച് നേരമൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു പോകാനുള്ള സമയമായി. പോകാൻ നേരത്ത് യുകി ഇറ്റ്സോമിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അന്ന് വന്ന ആ ഗേളില്ലേ എമ്മ, അതാരാ, ഗേൾ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഏയ് ഷീസ് ജസ്റ്റ് എ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. തിരിച്ച് ഇറ്റ്സോമി ചോദിക്കുന്നുണ്ട്, അന്ന് എൻ്റെ ഒപ്പം കണ്ട പയ്യനില്ലേ, ആരാന്ന് വെച്ചാൽ ഓഷി നീയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, ഏയ് അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവനെ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് കാണിച്ച സൈൻ ലാംഗ്വേജ് വരെ യു ഫൂൾ എന്ന് പറഞ്ഞ സൈൻ ലാംഗ്വേജ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ശരി നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വേറൊക്കെ ഓരോന്നൊക്കെ സംസാരിച്ച് എന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ലിറ്റിൽ ഹാർട്ടൊക്കെ കാണിക്കുന്നുണ്ട് യുകിയുടെ അടുത്ത്. ഇറ്റ്സോമി യുകിക്ക് സന്തോഷമാവുകയൊക്കെ ചെയ്തു. പിന്നെ പോവാറായപ്പോൾ അവൾക്ക് വിഷമമുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഇനി ഇന്ന് നമ്മൾ കാണാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സോമി പറയുന്നുണ്ട്, മൺഡേസിൽ ക്ലോസ് ആയിരിക്കും, വേറെ ദിവസം നമുക്ക് കാണാം. എന്നിട്ട് ഒരു ഡേറ്റൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പ്രോമിസൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തിരിച്ച് യുകിയുടെ വീട്ടിൽ പോയി. എന്നിട്ട് ഇറ്റ്സോമിയുടെ റൂമിൽ ചെന്നപ്പോഴുണ്ടടാ അവിടെ എമ്മ നിൽക്കണേ. എമ്മയ്ക്ക് എന്തോ ഉണ്ട് ഇറ്റ്സോമിയുടെ അടുത്ത്. എമ്മ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ നിൻ്റെ കൂടെ നിന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സോമി ആണെങ്കിലോ അവളൊരു റൂമിലാക്കിയിട്ട്, നീ ആ സ്പെയർ കീ ഉപയോഗിച്ചോ പുറത്തേക്ക് എങ്ങാനും പോകണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് എമ്മ ഓടി വന്ന് ഇറ്റ്സോമിയുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സോമിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇറ്റ്സോമി മാറി നിൽക്കുക അവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. എമ്മയ്ക്കാണെങ്കിൽ ആകെ വിഷമമായി. അവളെ ഡോറൊക്കെ അടച്ച് അകത്ത് പോയിരുന്നു. അങ്ങനെ ഡ്രിങ്കൊക്കെ ചെയ്ത് ഓരോന്ന് പെറുവിറുത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എമ്മ അത് ശ്രദ്ധിക്കുക. ആ സൈൻ ലാംഗ്വേജിൻ്റെ ബുക്ക് യുകി ഇറ്റ്സോമിക്ക് കൊടുത്ത ആ ബുക്ക് ശ്രദ്ധിക്കുക. അവളതങ്ങനെ നോക്കി നിൽക്കുക. ഇത് ആര് കൊടുത്തതാ? ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കണത്. ബുക്ക് നോക്കിക്കണ എമ്മയ്ക്ക് വിഷമമായിരുന്നോ അത് ജലസിയോ, ഇനി ഇറ്റ്സോമിനെ നഷ്ടപ്പെടുമെന്ന് ആലോചിച്ചുള്ള പേടിയോ? എന്തായാലും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.